ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അല്പനേരത്തെ നമ്മളുടെ ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. അവൻ യഹോവയോട് അപേക്ഷിച്ചു, യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. ഇസ്രായേൽ മക്കൾ മരുഭൂമിയുടെ അനുഭവത്തിലെത്തുമ്പോൾ അവർക്ക് വെള്ളം കിട്ടേണ്ടുന്ന ഒരു അനുഭവത്തിൽ വരികയാണ്. ഷൂർ മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ എത്തുമ്പോൾ അവർക്ക് കാണുവാൻ സാധിക്കുന്നത് മാറ എന്ന കയ്പുള്ള വെള്ളമുള്ള ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ദൈവത്തോട് മോശ ആ സമയം നിലവിളിക്കുന്നു. അങ്ങനെ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്ത് ആ വൃക്ഷം ആ വെള്ളത്തിലിടുമ്പോൾ മാറായെ മധുരമാക്കി ദൈവം തൻ്റെ മക്കൾക്ക് ദാഹത്തിന് ശമനം കൊടുക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് പ്രതികൂലത്തിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുകയാണ്. പ്രതികൂലത്തിന്റെ അനുഭവത്തിൽ അവർ കാണുന്നത് മാറായുടെ കയ്പുള്ള അനുഭവമാണ്. കയ്പുള്ള മാറായുടെ അനുഭവം ഇസ്രായേൽ മക്കൾ കാണുമ്പോൾ അവർ മോശയോട് പിറുപിറുക്കുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കും. നമുക്ക് ഇവിടെ വരുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനത്തിൽ അടിയുറച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ജീവിതത്തിൽ മാറായുടെ ഒരു അനുഭവം, കയ്പുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നത്. എന്നാൽ പലപ്പോഴും ദൈവത്തോട് നമ്മൾ നിലവിളിക്കുന്ന ഒരവസ്ഥ, അല്ലെ പിറുപിറുക്കുന്ന ഒരവസ്ഥ നമ്മളിൽ വന്നു പോകാം. ഇസ്രായേൽ മക്കൾ മോശയോട് പിറുപിറുക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ദൈവം ആ മാറായെ മധുരമാക്കി ഒരു വൃക്ഷത്തിലൂടെ. ആ ഒരു വൃക്ഷം അത് ആ വെള്ളത്തിലിടുമ്പോൾ അതിനെ മധുരമാക്കി. അങ്ങനെയാണെങ്കിൽ മാറായെ മധുരമാക്കുന്ന നമ്മുടെ ദൈവത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവസ്ഥകളെ മാറ്റുന്ന ദൈവം, കയ്പിന്റെ അനുഭവത്തെ മധുരമുള്ള അനുഭവമാക്കി മാറ്റുന്നവനാണ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായ ദൈവം. നമ്മുടെ പിതാവായ ദൈവം എന്ന് പറയുന്നത് തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന സകല കയ്പിന്റെ അനുഭവത്തെയും മധുരമുള്ള ഒരു അനുഭവമാക്കുവാൻ സാധിക്കും. മാറായെ മധുരമാക്കി അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ അവസ്ഥയെ മാറ്റുന്ന ദൈവത്തെയാണ് കാണുന്നത്. അവസ്ഥകളെ മാറ്റുന്ന ദൈവം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോവുകയാണോ എങ്കിൽ ഈ മരുഭൂമിയുടെ അനുഭവത്തെ പച്ചപ്പിന്റെ അനുഭവത്തിലാക്കുവാൻ ദൈവത്തിന് കഴിയും. ഇസ്രായേൽ മക്കളുടെ അടിമത്തം എന്ന് പറയുന്ന കഷ്ടതയുടെ അനുഭവത്തിന്റെ അവസ്ഥയെ മാറ്റി ദൈവം അവർക്ക് പിന്നീട് കനാൻ ദേശം എന്ന് പറയുന്ന ഒരു പച്ചപ്പിന്റെ അനുഭവം കൊടുക്കുകയാണ്. അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവത്തെയാണ് മാറായെ മധുരമാക്കുന്ന അവസ്ഥയിലൂടെ നമ്മൾ കാണുന്നത്. അവസ്ഥകളെ മാറ്റുന്ന ദൈവം പലയിടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം എന്ന് പറയുന്ന അനുഭവം, അല്ലെങ്കിൽ പച്ചവെള്ളം എന്ന് പറയുന്ന അവസ്ഥ, അതൊരിക്കലും വീഞ്ഞാകുകയില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അവിടെ വരുമ്പോൾ, കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുമ്പോൾ ആ വെള്ളത്തിന്റെ അനുഭവത്തെ, പച്ചവെള്ളത്തിന്റെ അനുഭവത്തെ വീഞ്ഞിന്റെ അനുഭവത്തിലേക്ക് മാറ്റി അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. പച്ചവെള്ളം എന്ന് പറയുന്നത് ഒരിക്കലും വീഞ്ഞിന്റെ അനുഭവത്തിൽ എത്തുകയില്ല. എന്നാൽ ഇവിടെ അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഒരു ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഭവനത്തിന്റെ അവസ്ഥ മാറ്റുന്നവനാണ്. കർത്താവായ യേശു ക്രിസ്തു കാനാവിലെ കല്യാണത്തിൽ വന്നപ്പോൾ ആ കല്യാണത്തിന് വീഞ്ഞില്ലാത്തൊരവസ്ഥ, പച്ചവെള്ളത്തിന്റെ അവസ്ഥ അത് മാറ്റി, അത് വീഞ്ഞിന്റെ അനുഭവമാക്കി മാറ്റി. ഇവിടെ നമുക്ക് കാണുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റും എന്നുള്ള ഒരു വലിയ നിഴലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.
നമ്മുടെ ജീവിതം ഇന്ന് മാറായുടെ അനുഭവത്തിലാണോ? എങ്കിൽ അതിനെ മധുരമുള്ള അവസ്ഥയിലാക്കി മാറ്റും. ദൈവത്തിന് സകലതും കഴിയും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് ദൈവമെന്ന് പറയുന്നത്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതത്തിന്റെ അടിമത്വ മേഖലകളിൽ നിന്ന് സ്വാതന്ത്ര്യ മേഖലകളിലേക്ക് വരുത്തുന്നവനാണ് ദൈവം. അടിമത്വത്തിന്റെ അവസ്ഥകളെ സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥകളിലേക്ക് മാറ്റുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ബ്രിട്ടീഷുകാരുടെ അവരുടെ ഒരു ആധിപത്യത്തിന്റെ അനുഭവത്തിലായിരുന്നു. സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ. എന്നാൽ മഹാത്മാഗാന്ധിജി എന്ന് പറയുന്നത് മഹാനായ ഒരു രാഷ്ട്രപിതാവ്, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി, അദ്ദേഹം ക്രിസ്തുവിൽ വിശ്വസിച്ചു വരുന്ന ഒരു വ്യക്തിയായിരുന്നു. അഹിംസയിലൂടെ മറ്റുള്ളവരെ യുദ്ധം ചെയ്ത് ആക്രമിക്കുവാനല്ല, മറിച്ച് അഹിംസയിലൂടെ മഹാത്മാഗാന്ധിജി ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ ഒരു ആധിപത്യത്തിന്റെ അവസ്ഥയിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് മാറ്റി. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ദൈവം എന്ന് പറയുന്നത് അവസ്ഥകളെ മാറ്റുന്ന ദൈവമാണ്. ഇന്ത്യയുടെ അവസ്ഥ അത് സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥയിലേക്ക് മാറ്റി. ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമില്ലാത്ത ആധിപത്യത്തിന്റെ അവസ്ഥയായിരുന്നു. ആ അവസ്ഥയെ മാറ്റി ഇന്ത്യയെ സ്വതന്ത്രമായ രാജ്യമാക്കി മാറ്റി. അവസ്ഥകളെ മാറ്റുന്ന ദൈവത്തെയാണ് നമുക്ക് ഇവിടെയും കാണുവാൻ സാധിക്കുന്നത്. പല മേഖലകളിൽ അവസ്ഥകൾ മാറുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും. ദാവീദിന്റെ ജീവിതം എന്ന് പറയുന്നത് ആട്ടിടയനായിരുന്നപ്പോൾ വളരെയധികം കാട്ടിൽ കൂടെ കടന്നു പോകുമ്പോൾ വന്യമൃഗങ്ങളെ ഒക്കെ നേരിട്ട് വളരെ പ്രതികൂലത്തിലൂടെ കടന്നുപോയിരുന്ന വ്യക്തിയായിരുന്നു. ആ അവസ്ഥ മാറ്റി, ആട്ടിടയനായ ദാവീദിന്റെ അവസ്ഥ മാറ്റി ദൈവം അവനെ ഇസ്രായേലിന്റെ രാജാവാക്കി. ആട്ടിടയനായ ദാവീദിന്റെ അവസ്ഥ മാറ്റി ഇസ്രായേലിന്റെ രാജ്യത്വ പദവി കൊടുത്ത് രാജാവെന്ന അവസ്ഥയിലേക്ക് മാറ്റി. അവസ്ഥകളെ മാറ്റുന്ന ദൈവത്തെയാണ് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പല മേഖലകളിലൂടെ കടന്നു പോകുന്ന സാമ്പത്തിക മേഖലകൾ, ആരോഗ്യ മേഖലകൾ, കുടുംബജീവിതത്തിന്റെ മേഖലകൾ, ജീവിതത്തിന്റെ പലവിധ മേഖലകൾ അത് പ്രതികൂലത്തിന്റെ അവസ്ഥകളിലാണോ? എന്നാൽ ആ പ്രതികൂലത്തിന്റെ അവസ്ഥകളെ മാറ്റി അനുകൂലത്തിന്റെ അവസ്ഥയാക്കി മാറ്റുന്നതാണ് ദൈവം എന്ന് പറയുന്ന അവസ്ഥകളെ മാറ്റുന്ന ദൈവം. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, എബ്ബേസ് എന്ന് പറയുന്ന ഒരു വ്യക്തി സഹോദരന്മാരിൽ ഏറ്റവും തഴയപ്പെട്ടവനായിരുന്നു. എന്നാൽ എബ്ബേസ് ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന വ്യക്തിയായിരുന്നു. എബ്ബേസിനെ ദൈവം സഹോദരന്മാരുടെ ഏറ്റവും നല്ല അവസ്ഥയെക്കാട്ടിലും ഏറ്റവും വലിയൊരു അവസ്ഥയിലേക്ക് മാറ്റി. തൻ്റെ സഹോദരന്മാരെക്കാട്ടിലും ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് എബ്ബേസിനെ മാറ്റി. എബ്ബേസ് എന്ന് പറയുന്ന ഒരു വ്യസനമായിരുന്നു. എന്നാൽ തൻ്റെ അമ്മയ്ക്ക് വ്യസനമായിരുന്നെങ്കിലും ദൈവം അവനെ വ്യസനത്തിന്റെ അവസ്ഥയിൽ നിന്നും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും അതുപോലെ തന്നെ സഹോദരന്മാരിൽ വെച്ച് ഏറ്റവും മാനിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റി. സന്താപത്തെ സന്തോഷത്തിലേക്ക് മാറ്റുന്നവനായ ദൈവത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബൈബിൾ നമ്മൾ ഉടനീളം കാണുവാൻ സാധിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ പല മേഖലകളെ സന്താപത്തിന്റെ മേഖലകളെ മാറ്റി സന്തോഷത്തിന്റെ മേഖലയാക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. സമൃദ്ധിയിൽ അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഇവിടെയെല്ലാം നമുക്ക് കാണുന്നത് അവസ്ഥയെ മാറ്റുന്ന ദൈവത്തെയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഇസ്രായേൽ മക്കൾ മാറായുടെ അനുഭവം കണ്ടു കഴിഞ്ഞപ്പോൾ മോശയോട് പിറുപിറുക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതം പലപ്പോഴും മാറായുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മേഖലകളിൽ ദൈവത്തോട് പിറുപിറുക്കാതെ നമ്മുടെ ദൈവത്തിൽ വിശ്വസിച്ച് നിൽക്കുമ്പോൾ
നമ്മുടെ ജീവിതത്തിന്റെ കയ്പിന്റെ അനുഭവത്തെ മധുരമുള്ളതാക്കി മാറ്റും. അവസ്ഥകളെ മാറ്റുന്ന ദൈവത്തെയാണ് നമുക്ക് ഉടനീളം കാണുവാൻ സാധിക്കുന്നത്. നൈൽ നദി എന്ന് പറയുന്നത് ദൈവം മോശയിലൂടെ ആ നദിയുടെ വെള്ളത്തിന്റെ അവസ്ഥ മാറ്റി രക്തത്തിന്റെ അനുഭവമുള്ള ഒരു വെള്ളമുള്ള നദിയാക്കി മാറ്റി. നൈൽ നദിയിലെ വെള്ളം രക്തമുള്ള വെള്ളമാക്കി മാറ്റി. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഒരു നദിയിലെ വെള്ളം എന്ന് പറയുന്നത് ആ വെള്ളത്തിനൊരു നിറമുണ്ട്. ആ വെള്ളത്തിന്റെ നിറം മാറുകയില്ല. എന്നാൽ ദൈവം അതിനെ രക്തത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. രക്തനിലം അല്ലെങ്കിൽ രക്തത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വെള്ളത്തിന്റെ അവസ്ഥ മാറ്റുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏത് മേഖലയിലായിക്കോട്ടെ, ഒരു മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയുന്നത് അത് നല്ല അവസ്ഥയിലൂടെ കടന്നു പോകണം. പക്ഷേ എന്നാൽ പല സമയങ്ങളിൽ നമ്മൾ രോഗത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകാം. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് അടിയുറച്ച് പ്രാർത്ഥിക്കുന്നു എങ്കിൽ ദൈവം ആ അവസ്ഥ മാറ്റി നമ്മുടെ രോഗത്തെ മാറ്റുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. കുഷ്ഠരോഗി ദൈവത്തിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ, കർത്താവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുക എന്ന് പല കുഷ്ഠരോഗികളിലൂടെ നമുക്ക് ഒരുപക്ഷെ ബൈബിളിൽ കാണുവാൻ സാധിക്കും. യേശു പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങനെ ചോദിച്ച ഒരാൾ യേശുവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്: എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാം, സൗഖ്യമാകാം. ഇങ്ങനെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ രോഗത്തിന്റെ അനുഭവമാണോ അതിനെ മാറ്റി സൗഖ്യത്തിന്റെ അനുഭവമാക്കി മാറ്റുന്നവനാണ് ദൈവം. നമ്മുടെ ജീവിതത്തിന്റെ മരുഭൂമിയുടെ അവസ്ഥകളെ മാറ്റി പച്ചപ്പ് കൊണ്ടുവരുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഇവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന അവസ്ഥ മാറ്റുന്ന ദൈവത്തെയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള കഷ്ടം പല മേഖലകളിലുണ്ടാകാം. ചിലർക്ക് ബാങ്കിന്റെ അവസ്ഥയിൽ വളരെ ഭാരമുള്ള അല്ലെങ്കിൽ കടത്തിന്റെ ഒരു അനുഭവമായിരിക്കാം. എന്നാൽ ദൈവം ആ അവസ്ഥയെ മാറ്റാൻ ദൈവത്തിന് കഴിയും. സാമ്പത്തികമായിട്ട് കടബാധ്യതയിലിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ആ അവസ്ഥയെ മാറ്റി സമൃദ്ധിയുടെ അനുഭവത്തിൽ കൊണ്ടുവരുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. 23-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു: പച്ചയായ പുൽപ്പുറങ്ങളിൽ അവരെന്നെ കിടത്തുന്നു എന്ന് പറഞ്ഞാൽ, പച്ചയായ പുൽപ്പുറം എന്ന് പറയുന്നത് സമൃദ്ധിയെ കാണിക്കുന്നതാണ്. പച്ചപ്പിന്റെ പുൽപ്പുറത്ത് സമൃദ്ധിയിൽ അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായി ഒരു മനുഷ്യൻ ഞെരുക്കത്തിലാണോ, കടബാധ്യതയുടെ അനുഭവത്തിലാണോ, എന്നാൽ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ആ ഇടയനായ ക്രിസ്തു നമ്മളെ പച്ചപ്പിന്റെ അനുഭവത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ സാമ്പത്തികമായ ഞെരുക്കത്തെ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് മാറ്റുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയും കാണുന്നത് അവസ്ഥകളെ മാറ്റുന്ന ദൈവത്തെയാണ്. അതുകൊണ്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന മാറായെ മധുരമാക്കിയ ദൈവം ജീവിതത്തിന്റെ അവസ്ഥകളെ എല്ലാ മേഖലകളിലും മാറ്റി ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ഉയർത്തും എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ ജീവിതത്തിന്റെ ഏത് അവസ്ഥയാണെങ്കിലും, ഏത് പ്രതികൂലത്തിന്റെ അവസ്ഥയാണെങ്കിലും അതിനെ മാറ്റി അനുകൂലത്തിനെയും സന്തോഷത്തിനെയും അനുഭവമാക്കി അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവത്തെ ആണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.